MLA ശ്രീ IV സതീഷ് വിഭാവനം ചെയ്ത കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്ന പദ്ധതി നമ്മുടെ വിദ്യാലയവും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 4 മുതൽ 10 വരെ പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ആ കുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും അതിനുള്ളിൽ നിന്നുകൊണ്ട് കുട്ടികളെ കൊണ്ട് സാധിക്കാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഘട്ടഘട്ടമായി ഏറ്റെടുത്തു വരികയാണ്. കാർബൺ ന്യൂട്രലിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആദരണീയനായ കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെ വ്യത്യസ്തനായ, എപ്പോഴും കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന, പുതിയ തലമുറയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള നൂതനമായ ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് IV സതീഷിന്റെ നേതൃത്വത്തിലാണ് കാട്ടാക്കട മണ്ഡലത്തിലെ കാർബൺ ന്യൂട്രൽ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ സ്കൂൾ തലങ്ങളിൽ ഈ അജൈവ പാഴ്വസ്തുക്കൾ, ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് അത് പ്രകൃതിയിൽ വലിച്ചെറിഞ്ഞ് അത് കാർബൺ ആക്കി കളയാത്ത രീതിയിൽ അതിനെ എങ്ങനെ ശാസ്ത്രീയമായി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുക്കാം എന്നുള്ളതിന്റെ ആശയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ ഈ കാണുന്ന എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ. ഇന്നിവിടെ നടക്കുന്നത് കാട്ടാക്കടയുടെ പ്രിയങ്കനായ MLA അഡ്വക്കേറ്റ് IV സതീഷ് അവരുടെ ഒരു സ്വപ്ന പദ്ധതിയായ, ഈ കാലഘട്ടത്തിന്റെ എല്ലാവരും ഏറ്റെടുത്തൊരു പരിപാടിയാണ് കാർബൺ ന്യൂട്രൽ കാട്ടാക്കട. വരും കാലങ്ങളിൽ കാട്ടാക്കട മണ്ഡലത്തില് കാർബണിന്റെ എമിഷൻ കുറയ്ക്കുന്നത്, ഘട്ടഘട്ടമായി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിന്റെ സന്ദേശവും പ്രവർത്തനങ്ങളും എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിൽ പാഴ്വസ്തുക്കളിൽ നിന്നും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹത്തായുള്ള റീയൂസ്, റീസൈക്കിൾ, റിഫ്യൂസ് എന്നൊരു ആശയം കുട്ടികളിലൂടെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ വിളപ്പിൽ LPS എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിളപ്പിലൂർ ഗ്രാമപഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ കാട്ടാക്കടയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇവിടെ LP സ്കൂളിൽ നിന്ന് നടക്കാൻ പോകുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA അവരുടെ പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്നുള്ളത്. വരും തലമുറയെ വലിയൊരു വിപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ധർമ്മം എന്ന് പറയുന്നത്. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എൻ്റെ വാർഡും കൂടെ ആയ ഓഫീസ് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പേയുടെ LPS സ്കൂളിലെ കുട്ടികളെല്ലാവരും ചേർന്ന് പാഴ്വസ്തുക്കളെ ഉപയോഗിച്ചുള്ള ഓരോ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കുട്ടികളോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും ആണ്. അതിൽ ഏറ്റവും അധികം നമ്മൾ ചാരിതാർത്ഥ്യങ്ങൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLA ന്യൂട്രൽ കാട്ടാക്കട ആ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇതിനെ കുട്ടികളായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. കാട്ടാക്കട MLA നമ്മുടെ IV സതീഷിന്റെ ഒരു പുതിയ പരിപാടിയുടെ ഭാഗമായാണ് കാർബൺ ന്യൂട്രൽ ഇവിടെ നടത്തുന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഈ മാസം അവസാനത്തേക്ക് മാറ്റി വെച്ചിരുന്ന പ്രോഗ്രാം പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. എന്നാൽ പോലും വളരെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയും ഒരുപാട് എക്സ്പ്രഷനായി ഒരുപാട് സാധനങ്ങൾ കുട്ടികളും അവരുടെ വീടുകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ശ്രീ IV സതീഷ് MLA അവർ നടപ്പിലാക്കി വരുന്ന കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി വിളപ്പിൽ ഗവൺമെന്റ് LPS സ്കൂളിലും പാഴ്വസ്തുക്കൾ കൊണ്ട് നമുക്ക് എങ്ങനെ അന്തരീക്ഷ മലിനീകരണം, കാർബണിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് അതിനെ വീട് മനോഹരമാക്കാം എന്ന് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കൂട്ടുകാർ കാണിച്ചു തരികയാണ്. ആദരണീയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിലി മോഹൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആദരണീയായ ഹെഡ്മിസ്റ്റർ, അധ്യാപകരെ, പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ ലോകത്തെ നയിക്കുകയാണ്. നമ്മുടെ തലമുറ ഇന്ന് വരെ എത്തിയതുപോലെ നമ്മുടെ മക്കൾ, അവരുടെ മക്കൾ, അവർക്ക് ജീവിക്കാനാവുക എന്നത് വളരെ പ്രധാനം.